അവർ അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി. അകത്തെ മുറിയിലുള്ള ചുവരലമാരയിൽ നിന്നും അവർ പകുതിയോളം ഉണ്ടായിരുന്ന വിസ്കി കുപ്പി എടുത്തു. ഗ്ലാസ്സിൽ കുറെ ഒഴിച്ച് വെള്ളം ചേർക്കാതെ അകത്താക്കി. വീണ്ടും കുറച്ചുകൂടി കുടിച്ചു കഴിഞ്ഞപ്പോൾ അല്പം മുമ്പ് പതറിയ മനസ്സ് നേരെയായി. പുറത്ത് ഡ്രോയിങ് റൂമിൽ കറുപ്പുസ്വാമി കൊടുത്ത ചാരായം രഘുരാമൻ നായർ കുടിക്കുകയായിരുന്നു. ജഗദമ്മ അമ്മായി ഒരു സിഗരറ്റ് കൂടി പോയിച്ചിട്ടാണ് വെളിയിലേക്ക് വന്നത്. എന്താ കൊച്ചമ്മ പറഞ്ഞുകൊണ്ട് വന്നത്? രഘുരാമൻ നായർ ചോദിച്ചു. അത് എൻ്റെ ഒരു കഥയാ. സത്യം പറഞ്ഞ ഞാനും ഉണ്ണികൃഷ്ണൻ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഉണ്ണികൃഷ്ണന്റെ വല്യച്ഛൻ എന്നെ എടുത്തു വളർത്തിയതാണ്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഈ എസ്റ്റേറ്റോ? പാതി എനിക്കുള്ളതാ. പക്ഷേ ഇവനെങ്ങാനും ഈ സത്യം മനസ്സിലായാൽ എന്നെയും മകളെയും അവൻ വഴിയാധാരമാക്കും. ഇവൻ മാത്രമേ ഇതിന് അവകാശിയായിട്ടുള്ളൂ. ഇവനില്ലാതെ ആയാൽ എസ്റ്റേറ്റ് മുഴുവൻ എൻ്റെ സ്വന്തമാണ്. ഇതുവരെ അറിയപ്പെടാത്ത രഹസ്യമാണ് രഘുരാമൻ നായർ കേട്ടത്. അതറിഞ്ഞപ്പോൾ കൗശലക്കാരനായ അയാളുടെ മനസ്സിൽ ചില ആശയങ്ങൾ പൊന്തി വന്നു. എസ്റ്റേറ്റ് ജഗദമ്മ അമ്മായിയുടെ സ്വന്തമല്ല. ഉണ്ണികൃഷ്ണന്റെ കഥ കഴിച്ചാൽ എസ്റ്റേറ്റ് ജഗദമ്മ അമ്മായിയുടെ സ്വന്തമാകും. അവരെ താൻ സ്വന്തമാക്കിയാലോ? എസ്റ്റേറ്റ് എൻ്റെ സ്വന്തമാകും. പ്രായം 45 കഴിഞ്ഞെങ്കിലും ജഗദമ്മ അമ്മായി ഇപ്പോഴും സുന്ദരിയാണ്. അല്പം മാംസലമായ ശരീരപ്രകൃതിയാണെന്ന് മാത്രം. എന്താ താൻ ആലോചിക്കുന്നത്? അമ്മായി ചോദിച്ചു. ഒന്നുമില്ല. കേട്ടോ, തൻ്റെ ബലത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായാൽ അതിൻ്റെ പങ്ക് തനിക്കുമുണ്ട്. എങ്ങനെയെങ്കിലും അവനെയും ആ പിശാചിനെയും ഇല്ലാതാക്കണം. രഘുരാമൻ നായർ വീണ്ടും ചിന്തയിലാണ്ടു. ഒറ്റ വെടിക്ക് 2 പക്ഷി, അയാൾ ചിന്തിച്ചു. ഉണ്ണികൃഷ്ണനെ ശരിപ്പെടുത്തിയാൽ ജഗദമ്മാമ്മയെയും മകളെയും കിട്ടും. എസ്റ്റേറ്റിൽ പങ്കും. പിന്നെ എല്ലാം തൻ്റെ ചൊൽപ്പടിക്കും. ഞാൻ നോക്കാം. മാർക്കണ്ട വിചാരിച്ചിട്ട് പറ്റാത്തത് ഇനി എങ്ങനെയാ നടത്തുക? ഞാനൊന്ന് ശ്രമിക്കട്ടെ. പറ്റിയ ആൾക്കാർ ഇനിയുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ആ പെണ്ണിനെ ശരിപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അവളാ ഇപ്പൊ അവൻ്റെ കൂട്ട്. അതെ അതെ, ആ പെണ്ണാ. ഒരു ഞെട്ടലോടെ രഘുരാമൻ നായർ പറഞ്ഞു. അന്തിച്ചുവപ്പ് പടിഞ്ഞാറ് നിശേഷം മാറി. എസ്റ്റേറ്റിൽ ഇരുട്ട് വീണു കഴിഞ്ഞു. വെട്ടി നിർത്തിയ തേയിലച്ചെടികളുടെ ഇടയ്ക്ക് അവിടെവിടെയായി നിന്നിരുന്ന തണൽ വൃക്ഷങ്ങൾ കറുപ്പ് നിറമായി കഴിഞ്ഞിരുന്നു. എസ്റ്റേറ്റിലെ ചെമ്മണ്ണ് പാതയിലൂടെ രഘുരാമൻ നായർ നടന്നു. കറുപ്പുസ്വാമി കൊടുത്ത നാടൻ ചാരായം അയാളുടെ തലച്ചോറിൽ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും വളഞ്ഞു തിരിഞ്ഞു പോകുന്ന പാതയിൽ കൂടി തന്റെ വീടിനെ ലക്ഷ്യമാക്കി അയാൾ നടന്നപ്പോൾ എന്തുകൊണ്ടോ ഭയം അയാളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിരുന്നു. ഇരുളിൽ നിന്നും ഒറ്റപ്പെട്ടുയർന്ന നിസ്സാരമായ ശബ്ദം പോലും അയാളെ നടുക്കിക്കളഞ്ഞു. ടോർച്ചോ തീപ്പെട്ടിയോ ഒന്നും അയാളുടെ കൈവശമില്ലായിരുന്നു. ഒരു വിധത്തിൽ വീടിനടുത്ത് ചെന്നു പറ്റി. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് കാലെടുത്ത് വെച്ച് അയാൾ അല്പസമയം നിന്നു. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അയാൾ ശ്രദ്ധിച്ചു. ഓ, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, താൻ പറഞ്ഞുകൊണ്ട് കീശയിൽ നിന്ന് താക്കോലെടുത്ത് താഴെ തുറന്ന് അകത്ത് കയറി ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു. ലൈറ്റ് തെളിഞ്ഞില്ല. തപ്പി തടവി അയാൾ മേശയുടെ അടുത്തെത്തി തീപ്പെട്ടി തിരഞ്ഞു പിടിച്ചു. ലൈറ്റ് എടുത്തുമ്പോൾ കത്തിച്ചു വയ്ക്കാനുള്ള മെഴുകുതിരി മേശയിൽ തന്നെ ഉണ്ടായിരുന്നു. തീപ്പെട്ടി ഉരച്ച് അത് കത്തിച്ചു. ആ ചെറിയ പ്രകാശത്തിൽ അയാൾ വീണ്ടും കാതോർത്തു. ആ കെട്ടിടത്തിനുള്ളിൽ എവിടെയോ എന്തൊക്കെയോ കിലുങ്ങുന്നത് അയാൾ കേട്ടു. നിശബ്ദതയിൽ ആരോ അടിവെച്ചെടുക്കുന്ന കാൽത്തളുകളുടെ ശബ്ദം. രഘുരാമൻ നായരുടെ രോമകൂപങ്ങളിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. എന്താണ് താൻ കേൾക്കുന്നത്? ഹേയ്, തോന്നലാണ്. അയാൾ മേശ തുറന്ന് ടോർച്ചെടുത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ടോർച്ച് തെളിയിച്ചു. അവിടെ എന്തോ തിളങ്ങുന്നത് അയാൾ കണ്ടു. തന്റെ മുന്നിലായി ഇരുളിൽ തിളങ്ങുന്ന വസ്തു എന്താണെന്ന് മനസ്സിലാവാതെ രഘുരാമൻ നായർ പകച്ചു നിന്നു. മുറിക്കുള്ളിൽ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്ന് അയാൾ സംശയിച്ചു. അടുത്തു ചെന്ന് നോക്കാൻ ധൈര്യവുമില്ല. കുറഞ്ഞിടെയായി ഈ ശബ്ദം പല രൂപത്തിലായി അയാൾ കേൾക്കുന്നുണ്ട്. ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു. വിളക്ക് മങ്ങലോടെയാണ് തെളിഞ്ഞത്. വോൾട്ടേജ് കുറവാണെന്ന് തോന്നുന്നു. അയാൾ പിറുപിറുത്തു. എങ്കിലും അയാൾ മങ്ങിയ ആ വെളിച്ചത്തിൽ തന്റെ മുന്നിൽ തിളങ്ങുന്നത് എന്താണെന്ന് കണ്ടു. ഒരു കൊലുസ്. അടുത്തു ചെന്ന് അയാൾ ആ പാദസരം കയ്യിലെടുത്തു. ഹോ! അയാൾ ഞെട്ടിത്തരിച്ചുപോയി. ഒരു സർപ്പത്തെ എടുത്താൽ എന്നതുപോലെ അയാൾ അത് കുടഞ്ഞെറിഞ്ഞു. കിലുകിലും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് തുറന്നു കിടന്ന ജനാലയിൽ കൂടി പുറത്തേക്ക് പോയി. ആ കൊലുസ് എങ്ങനെ അവിടെ വന്നുവെന്ന് അയാൾ ചിന്തിച്ചു നോക്കി. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഹേയ്, അങ്ങനെ വരില്ല. അയാൾ ടോർച്ച് തപ്പിയെടുത്ത് ജനലിൽ കൂടി പിൻവശത്തേക്ക് തെളിച്ചു. വെളിച്ചം ചെന്ന് പതിഞ്ഞത് ആ കെട്ടിടത്തിന് പിന്നിലുള്ള സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബിന്റെ മുകളിലാണ്. അതിന്റെ മുകളിലാണ് ആ കൊലുസ് ചെന്ന് വീണിരിക്കുന്നത്. ആ കോൺക്രീറ്റ് സ്ലാബ് അല്പം മാറിയിരിക്കുകയാണ്.
രണ്ടെണ്ണം അടുപ്പിച്ചിട്ടിരിക്കുന്നതിനാൽ ഒരു ചേർച്ചക്കുറവ്. അയാളുടെ ഓർമ്മയുടെ തിരശീല പിന്നോട്ട് നീങ്ങി. പഴയ ആ രംഗങ്ങൾ ചലിക്കുന്ന ചിത്രം പോലെ മുന്നിൽ തെളിയുന്നു. അന്ന് സന്ധ്യ കഴിഞ്ഞു കാണും. ചാരായക്കടയിൽ നിന്നും തനിച്ചാണ് വന്നത്. മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ കരുത്തനായ അയാളുടെ മാംസപേശികൾ ഉണർന്നിരുന്നു. വഴിക്ക് വെച്ചാണ് ആ പെണ്ണ് നടന്നു പോകുന്നത് കണ്ടത്. പെട്ടെന്ന് ഒന്ന് നിന്ന ശേഷം തേയിലച്ചെടികളുടെ ഇടയ്ക്കുകൂടിയുള്ള ചെറിയ വഴിയിൽ കൂടി വേഗം നടന്ന് വഴി വളഞ്ഞു വരുന്ന ഭാഗത്ത് പതുങ്ങിയിരുന്നു. ആ പെണ്ണ് അടുത്തു വന്നപ്പോൾ ഊരിയെടുത്ത ഷർട്ട് കൊണ്ട് അവളുടെ തലയിൽ കൂടിയിട്ട് കഴുത്തിനു ചുറ്റി പൊക്കിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടി. അടുത്തു തന്നെയായിരുന്നു വീട്. അവൾ വളരെയധികം ബലം പ്രയോഗിച്ച് കുതറി നോക്കി. പക്ഷേ കരുത്തനായ രഘുരാമൻ നായർ അവളെ ബലം പ്രയോഗിച്ച് ഒതുക്കി. വീടിനകത്ത് കൊണ്ടുപോയി വാതിലടച്ചു. തലയിലെ തുണി അവൾ തന്നെ വലിച്ചു നീക്കി. പൊന്നി. അവർ തമ്മിൽ പിടിയും വലിയുമായി. അവളെ അപായപ്പെടുത്താൻ അയാൾ പല പണിയും നോക്കി. കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും തന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് അവളുടെ തലയ്ക്കടിച്ചു. ബോധരഹിതയായ അവളെ അയാൾ ബലാത്സംഗം ചെയ്തു. അയാളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞപ്പോൾ അവൾ മരിച്ചിരുന്നു. പൊന്നിയുടെ മൃതശരീരം അയാൾ വലിച്ചു കൊണ്ടുപോയി സെപ്റ്റി ടാങ്കിന്റെ സ്ലാബ് നീക്കി അതിനുള്ളിലിട്ടു. ഇത് അയാൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. പക്ഷെ പൊന്നിയെ വീണ്ടും തേയിലക്കാട്ടിലും അല്ലാതെയും കാണുകയും അവളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുകയും ചെയ്തപ്പോൾ അയാൾ ആകെ കുഴപ്പത്തിലായി. താൻ കൊന്നത് പൊന്നിയായിരുന്നുവോ അതോ മറ്റു വല്ല പെണ്ണിനെയുമായിരുന്നുവോ? രഘുരാമൻ നായർ ആകെ ചിന്താകുഴപ്പത്തിലായി. കടുവാക്കുട്ടൻ പറഞ്ഞ കഥ അയാളെ കൂടുതൽ പരിഭ്രാന്തനാക്കി. ഇനി മറ്റേതെങ്കിലും പെണ്ണ് മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റേറ്റിൽ അത് അറിയേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് എസ്റ്റേറ്റിലുള്ള ആരും മരിച്ചിട്ടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? തന്റെ അനുഭവം ആരോടും പറയാൻ വയ്യാത്ത രീതിയിലുള്ളതാണ്. ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും അയാൾക്ക് ഭയമായി. വാതിലുകളെല്ലാം തന്നെ ശരിക്കും അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അയാൾ കട്ടിലിൽ വന്ന് കിടന്നു. ഡ്രോയിങ് റൂമിൽ ലൈറ്റിട്ട ശേഷം അയാൾ കിടക്കുമുറിയിൽ പോയി കിടന്നു. ക്ലോക്കിൽ മണി 12 അടിച്ചു. പുറത്ത് നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ജനലിന്റെ കണ്ണാടി ചില്ലുകളിൽ മഴത്തുള്ളികൾ വീണ് കൂട്ടിമുട്ടി ഒന്നായി വേരുകളുടെ ആകൃതിയിലേക്ക് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ചക്രവാളത്തിനരികെ മാനത്ത് മിന്നലുണ്ടാകുമ്പോൾ അതിന്റെ വെളിച്ചം കണ്ണാടിച്ചില്ലിൽ ഏതോ ചില്ലുകളുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. ആ ചില്ലകൾക്കിടയിൽ ഒരു മനുഷ്യരൂപത്തിന്റെ ആകൃതിയുണ്ടോ? അയാൾ സംശയിച്ചു. ക്ലോക്കിലെ മണിയടി അവസാനിച്ചു. ചിലും ചിലും ചിലും. രോമങ്ങളെ തട്ടി ഉണർത്തുന്ന ആ ശബ്ദം അടുത്തടുത്ത് വരികയാണോ? അത് വീടിന്റെ പിൻവശത്ത് സ്ലാബിന്റെ അടുത്ത് നിന്നല്ലേ? ആ ശബ്ദം അടുത്തു വരികയാണോ? അയ്യോ, അത് വാതിലിനടുത്ത് എത്തിക്കഴിഞ്ഞല്ലോ. ഞാൻ വന്നിരിക്കുന്നു. ഒരു സ്ത്രീ ശബ്ദം കേട്ടതുപോലെ അയാൾക്ക് തോന്നി. സിരകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന മദ്യത്തിന്റെ ലഹരി ചോർന്നുപോയി. പുതപ്പ് വലിച്ചിട്ടുകൊണ്ട് അയാൾ കമിഴ്ന്നു കിടന്നു. എടോ, തനിക്കെന്നെ കാണണ്ടേ? മുറിയിൽ വളരെ അടുത്താണ് ശബ്ദം കേൾക്കുന്നത്. അറിയാതെ അയാൾ പുതപ്പ് നീക്കി നോക്കിപ്പോയി. ജനലിൽ കൂടി അകത്തേക്ക് പ്രവഹിച്ച അല്പം നീണ്ടുനിന്ന മിന്നലിന്റെ വെളിച്ചത്തിൽ മുഖത്തിന്റെ ഒരു വശത്തു നിന്നും രക്തം വാർന്നൊഴുകുന്ന ഒരു സ്ത്രീരൂപം. പൊന്നി എന്ന പെണ്ണിന്റെ ഭീകരരൂപം. അവൾ കൈവിരലുകൾ അകത്തി അയാളെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി അടുക്കുന്നു. അയ്യോ, എന്നെ കൊല്ലല്ലേ! അയാൾ നിലവിളിച്ചു. ഭയന്ന് കണ്ണിറുക്കി അടച്ച് അയാൾ കിടന്നു. നിന്നെ ഞാൻ കൊല്ലും! ശബ്ദം കേട്ട് ഓടാനായി അയാൾ ചാടി എണീറ്റ് മുറിക്കുള്ളിലെ ലൈറ്റിട്ടു. ആ മുറിക്കുള്ളിൽ ആരുമില്ല. പക്ഷേ മുറിയുടെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഓ, താൻ പൂട്ടാൻ മറന്നുപോയതായിരിക്കും. അയാൾ വാതിലടച്ച ശേഷം തിരിച്ച് കട്ടിലിനടുത്തേക്ക് നടക്കുമ്പോൾ താഴേക്ക് നോക്കി. താഴെ രക്തത്തുള്ളികൾ. രഘുരാമൻ നായർക്ക് അന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. തന്റെ അറിവിലുള്ള എല്ലാ ദേവന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ കിടന്നു. അതിരാവിലെ തന്നെ രഘുരാമൻ നായർ എണീറ്റു. വീടിന്റെ പിന്നിലേക്കുള്ള വാതിൽ തുറന്ന് അയാൾ സ്ലാബിന്റെ അടുത്തെത്തി. ആ വിടവ് അയാൾ സ്ലാബ് നീക്കി അടച്ചു. ഒരു വലിയ കാര്യം സാധിച്ചതുപോലെ അയാൾ തിരികെ വന്നു. അന്ന് വളരെ വൈകിയാണ് അയാൾ കൊളുന്തെടുക്കുന്ന സ്ഥലത്ത് ചെന്നത്. ഉണ്ണികൃഷ്ണൻ അവിടെ നിൽപ്പുണ്ട്. എടോ, താനിങ്ങ് വന്നേ! ഉണ്ണികൃഷ്ണന്റെ അധികാരസ്വരം. അറിയാതെ അയാൾ അടുത്തു ചെന്നു. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഉറങ്ങിപ്പോയി. കൂസാതെ തന്നെ അയാൾ പറഞ്ഞു. ജോലിക്ക് വന്നതാണെങ്കിൽ മടങ്ങിപ്പോക്കോളൂ. സമയം തെറ്റി ജോലിക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് അത് പറയാനുള്ള അധികാരമില്ല. കൊച്ചമ്മയാണ് അത് പറയേണ്ടത്. ഇത് 2ാമത്തെ തവണയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി ഞാൻ പറയില്ല.
മൂന്നാമത് പറയാൻ നിങ്ങളെ ഞാനും സമ്മതിക്കില്ല. എൻ്റെ കൈ ചീത്തയാക്കരുത്. പോകാനാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണ, നീ ആരായാലും എന്നോട് കളിക്കരുത്. രഘുരാമൻ നായർ ചില്ലറക്കാരനൊന്നുമല്ല. അതെനിക്കറിയാം. ഇപ്പോ പോകാനാണ് പറഞ്ഞത്. ഇന്ന് നിന്നെ ഞാൻ എസ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞയക്കും. നോക്കിക്കോ. രഘുരാമൻ നായർ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയപ്പോൾ ജഗദമ്മ അമ്മായി ഡ്രസ്സ് മാറി എങ്ങോ പോകാൻ തയ്യാറായി നിൽക്കുന്നതാണ് കണ്ടത്. ആ ചെറുക്കനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. എന്തുണ്ടായി? അമ്മായി ചോദിച്ചു. ഞാനല്പം താമസിച്ച് ചെന്നത് അവന് പിടിച്ചില്ലത്രേ. ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് രാത്രി നമുക്കതിന് പരിഹാരമുണ്ടാക്കാം. പറ്റുമെങ്കിൽ 5-6 പേരെ കൂട്ടിക്കോ. ഞാൻ മാർത്താണ്ടിനെയും കൂട്ടി അടുത്ത എസ്റ്റേറ്റിലേക്ക് പോകാം. അവിടെ ശിക്ഷ കഴിഞ്ഞ് 2-3 കൊലപ്പള്ളികളുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അമ്മായി കാർ ഡ്രൈവ് ചെയ്തു പോയി. വൈകുന്നേരം പതിവ് പോലെ ഉണ്ണികൃഷ്ണൻ നടക്കാനിറങ്ങിയപ്പോൾ പൊന്നി വഴിയിൽ നിൽക്കുന്നു. നിന്നെ ഇന്ന് കൊളുന്തെടുക്കാൻ കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ എന്തിനാ എപ്പോഴും ജോലി ചെയ്യുന്നത്? വരുന്നോ അമ്പലത്തിലേക്ക്? ഞാൻ പോവുകയാ. വരാം. ഞാൻ ആകെ ബോറടിച്ചിരിക്കുക. അവർ മല കയറിക്കൊണ്ടിരുന്നു. ഇന്ന് ആ റൈറ്ററുമായി ഞാനൊന്ന് കയർത്തു, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അയാൾ താമസിച്ചാണ് വന്നത് അല്ലേ? പൊന്നി ചോദിച്ചു. അയാൾ താമസിച്ചു വന്നത് പൊന്നി എങ്ങനെ അറിഞ്ഞു? പൊന്നി ഇന്ന് വേലയ്ക്ക് വന്നില്ലല്ലോ, ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം. ഞാൻ വേലയ്ക്ക് വന്നില്ലെങ്കിലും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയും. പൊന്നി അവളുടെ കാലിൽ കിടന്ന കാൽത്തല കിലുക്കിക്കൊണ്ട് നടന്നു. കുന്നിൻ പുറങ്ങളിൽ പതിഞ്ഞു കിടന്ന പുല്ലിന്റെ തുമ്പുകളിൽ വയലറ്റും വെള്ളയും കലർന്ന പൂക്കൾ ചിതറിക്കിടന്നു. ഒരു മാൻപേടയുടെ ചുറുചുറുക്കോടെ പൊന്നി മലമുകളിലേക്ക് കയറി. പൊന്നിക്ക് ഈ സൗന്ദര്യമെല്ലാം എവിടെ നിന്ന് കിട്ടി? ഉണ്ണികൃഷ്ണൻ ചിന്തിച്ചു. എന്താ നിന്നു കളഞ്ഞത്? മല കയറാൻ ബുദ്ധിമുട്ടാണോ? ഏയ്, അതൊന്നുമല്ല. അവർ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ഈ ആൽച്ചോട്ടിലിരുന്നോളൂ, ഞാൻ ഇപ്പോൾ വരാം, ഉണ്ണികൃഷ്ണനോട് പറഞ്ഞ ശേഷം പൊന്നി ക്ഷേത്രത്തിനകത്തേക്ക് ഓടിപ്പോയി. ഉണ്ണികൃഷ്ണൻ അവിടെ ഇരുന്ന് കണ്ടാലും കണ്ടാലും മതിവരാത്ത പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നു. എന്താ കുഞ്ഞ് തനിച്ചിരുന്ന് മുഷിഞ്ഞോ? പിന്നിൽ മലവേടന്റെ സ്വരം അയാൾ കേട്ടു. എന്താ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഉണ്ണികൃഷ്ണൻ തിരക്കി. ഞാൻ എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. എവിടെ പോകാനാ? ഞാനും പൊന്നിയുമായി ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു. പൊന്നിക്ക് ഈ ക്ഷേത്രം വിട്ട് പോകാൻ വയ്യല്ലോ. ഈ സമയം പൊന്നി ഒരു താലത്തിൽ പൂക്കളും പഴങ്ങളുമായി ഓടി വന്നു. ഇതാ സാർ, ഇത് കഴിച്ചോളൂ. ഭക്തന്മാരാരോ ദേവിക്ക് കൊണ്ടുവച്ചതാ. ഞാനെടുത്തു കൊണ്ടുപോന്നു. താലത്തിൽ പൂവൻ പഴവും കൽക്കണ്ടവും തേനടയും ഉണ്ടായിരുന്നു. കൂടെ കാട്ടുകദളിപ്പൂക്കളും. ദേവിക്ക് വെച്ച നിവേദ്യം ഞാൻ എങ്ങനെയാ കഴിക്കുക? അത് സാരമില്ല, ഞാൻ ദേവിയോട് പറഞ്ഞോളാം. ഉണ്ണികൃഷ്ണൻ രുചികരമായ ആ നിവേദ്യം കഴിച്ചു. എസ്റ്റേറ്റിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? മലവേടൻ ചോദിച്ചു. ശത്രുക്കൾ അധികമാണ്, സൂക്ഷിക്കണം. എന്താണെങ്കിലും ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയേ പോവുകയുള്ളൂ. കുഞ്ഞിനെ സഹായിക്കാൻ അവിടെ ആരുമില്ല. രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കരുത്. ചതവിൽ ആക്രമിച്ചാൽ എന്തു ചെയ്യും? അതെനിക്കറിയാം. എന്തു ചെയ്യാനും മടിക്കാത്തവരാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു മാർക്കണ്ഡനുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി അവൻ വന്നു. പക്ഷേ മലവേടന്റെ അടുത്തുണ്ടോ തോക്ക് ഫലിക്കുന്നു? എനിക്ക് അവനെ കൊല്ലാമായിരുന്നു, പക്ഷേ കൊന്നില്ല. പടിഞ്ഞാറ് ചക്രവാളത്തിന്റെ ഓരത്ത് സൂര്യൻ മറയാൻ തയ്യാറെടുത്തു നിന്നു. കിഴക്കേ കുന്നിൽ പ്രകാശം വഴിഞ്ഞു മുറുകി നിന്നു. സന്ധ്യ വളരെ പെട്ടെന്നാണ് കുന്നിൻ മുകളിൽ എത്തിയത്. അങ്ങ് ചെല്ലുമ്പോൾ വളരെ ഇരുട്ടും. പൊന്നി പോയിക്കോളൂ. എങ്കിൽ നമുക്ക് പോകാം പൊന്നി. ഉണ്ണികൃഷ്ണൻ അവളെ നോക്കി. പോകാം. മലവേടനോട് യാത്ര ചോദിച്ച് ഉണ്ണികൃഷ്ണൻ നടന്നു. പിന്നാലെ പൊന്നിയും. എന്നോടൊപ്പം ഇങ്ങനെ നടക്കുന്നത് സാറിന്റെ അപ്പച്ചിക്ക് ഇഷ്ടപ്പെടുമോ? പൊന്നി ചോദിച്ചു. അവർ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, എനിക്കെന്താ. എന്നോടായിരിക്കും വൈരാഗ്യമൊക്കെ. അതെന്താ, പൊന്നിക്ക് ഭയമാണോ? ഞാൻ എന്തിനു ഭയക്കണം? ക്വാർട്ടേഴ്സിൽ എത്താറായപ്പോൾ പൊന്നി യാത്ര പറഞ്ഞു പിരിഞ്ഞു. വീടിന്റെ വാതിൽക്കലെത്തിയപ്പോൾ പിന്നിൽ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. ടീ മേക്കർ പറഞ്ഞയച്ചതാണ്, അവൻ പറഞ്ഞു. ഓ, നിങ്ങളാണോ ആ പറഞ്ഞ ആൾ? അതെ, ഞാൻ തന്നെ. ഉണ്ണികൃഷ്ണൻ അവനെ ആകെ ഒന്ന് നോക്കി. ഇവിടെ വന്നപ്പോ വീട് പൂട്ടിയിരിക്കുന്നു. കൂലിക്കാരൻ പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് പോയെന്ന്. കുറച്ചു ദൂരം ഞാൻ അങ്ങോട്ട് നടന്നു. അപ്പോ സാർ ഇങ്ങോട്ട് വരുന്നു. ഞാനും പിന്നാലെ കൂടി. നീ എവിടെ മുതൽ പിന്നാലെ ഉണ്ടായിരുന്നു? ഉണ്ണികൃഷ്ണൻ സംശയത്തോടെ ചോദിച്ചു. ആ കാട്ടിരുവയുടെ മുകളിലുള്ള കലുങ്കുകളുണ്ടല്ലോ, അവിടെ മുതൽ. അവിടെ മുതൽ നീ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു.
പിന്നെ നീ എന്താ എന്നോടൊന്നും മിണ്ടാഞ്ഞത്? സാറ് തനിച്ച് എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ തനിച്ചോ? കുറച്ച് പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ വഴിയിൽ വെച്ച് സാറിനോട് സംസാരിക്കണ്ടെന്ന് കരുതി. പൊന്നിയുമായി താൻ സംസാരിച്ചു വന്നത് അയാൾ കണ്ടിരിക്കുകയില്ലെന്ന് ഉണ്ണികൃഷ്ണൻ ഊഹിച്ചു. ഇരുട്ടായതുകൊണ്ട് കണ്ടു കാണില്ല. നിനക്ക് എല്ലാ വേലയും അറിയാമോ? അറിയാം സർ. ടീ മേക്കർ സാറിന്റെ കുടുംബത്തിലെ ജോലിക്കാരനായിരുന്നു ഞാൻ. ശരി, കയറി വാ. ഉണ്ണികൃഷ്ണൻ വാതിൽ തുറന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ മറ്റാരെങ്കിലും വന്നാൽ അടുക്കളയിൽ കയറ്റരുത്. അതെനിക്ക് നിർബന്ധമാണ്. ചിലപ്പോ എസ്റ്റേറ്റിലെ കൊച്ചമ്മയോ മകളോ വന്നെന്നിരിക്കും. അവരൊക്കെ വന്നാൽ അങ്ങനെ പറയാൻ പറ്റുമോ സർ? അവൻ തെല്ലു ഭയപ്പാടോട് ചോദിച്ചു. നീ എന്നെ അനുസരിച്ചാൽ മാത്രം മതി. മറ്റാരും പറയുന്നത് കേൾക്കേണ്ട ആവശ്യം നിനക്കില്ല. ശരി സർ, അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെയെങ്കിൽ നിന്നോളൂ. അവൻ അടുക്കളയിൽ കയറി ജോലി ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ അവൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു. അവൻ ബുദ്ധിയുള്ളവനാണ്. പൊന്നി തന്നോടൊത്ത് വന്ന കാര്യം അവൻ മിണ്ടിയില്ല. ആ നിലയ്ക്ക് അവൻ വിശ്വസ്തൻ തന്നെയാണ്. സന്ധ്യയായപ്പോൾ രഘുരാമൻ നായർ ജഗദമ്മാമ്മയെ കാണാൻ ചെന്നു. തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ? അത് പറയാനാണ് ഞാൻ വന്നത്. കൊച്ചമ്മയ്ക്ക് മന്ത്രവാദത്തിൽ വിശ്വാസമുണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചത്? നമുക്ക് ആ നിലയ്ക്ക് വല്ലതും ചെയ്താലോ? എങ്ങനെ? ഒരു വലിയ മന്ത്രവാദിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാണ് ആ മന്ത്രവാദി. നമ്മളെ ഉപദ്രവിച്ചു കൊന്നെന്ന് വേണ്ട. ഇത്തരത്തിലാവുമ്പോൾ ആരും സംശയിക്കുമില്ല. ജഗദമ്മായി ആലോചിച്ചു നോക്കി. രഘുരാമൻ നായർ പറഞ്ഞതിലും കാര്യമുണ്ട്. എസ്റ്റേറ്റിൽ അറിയപ്പെടുന്ന റൗഡിയാണ് കടുവാക്കുട്ടൻ. അവനെ പറഞ്ഞയച്ചിട്ട് ഉണ്ണികൃഷ്ണനെതിരായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. മാത്രമല്ല, വെട്ടിയോ കുത്തിയോ കൊന്നാൽ താൻ കേസിൽ പ്രതിയായെന്ന് വരും. അതുകൊണ്ട് രഘുരാമൻ നായർ പറഞ്ഞ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പക്ഷേ ഒരു കാര്യം, ആളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരേണ്ട. നിങ്ങളുടെ മുറിയിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ, ജഗതമ്മ പറഞ്ഞു. അങ്ങനെ തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ആകുമ്പോൾ ആരും അറിയില്ല. ആളെങ്ങനെയുണ്ട്? ഭയങ്കര ക്ഷുദ്രക്കാരനാ. ഏത് കൊലകൊമ്പൻ ആനയും അവിടെ ഇരുന്നോണ്ട് വീഴ്ത്തും. അത്ര മാന്ത്രിക ശക്തിയാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിച്ചു. പിന്നെ ഞാൻ വന്നത് അയാൾക്ക് ചില ഹേമദ്രവ്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. ഇത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളാ. പിന്നെ ആളിത്തിരി കഴിക്കുകയും ചെയ്യും. എല്ലാം കൂടി എത്ര രൂപ വേണ്ടി വരും? തൽക്കാലം 500 മതി. അമ്മായി അകത്തുപോയി രൂപ എടുത്തു കൊണ്ടുവന്ന് രഘുരാമന് കൊടുത്തു. അയാൾ അതും വാങ്ങിപ്പോയി. രഘുരാമൻ കൂട്ടിക്കൊണ്ടുവന്ന മന്ത്രവാദി വടക്കേ മലബാറിലുള്ള ഒരു ക്ഷുദ്രക്കാരനായിരുന്നു. ദുഷ്ടപ്രവൃത്തികൾ മാത്രമേ അയാൾ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അക്കാര്യത്തിൽ അയാൾ മിടുക്കനുമായിരുന്നു. കേട്ടോ രാമൻകുരുക്കളെ, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തന്നാൽ എന്തു മുടക്കാൻ കൊച്ചമ്മ തയ്യാറാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പെണ്ണിന്റെ കാര്യമാണ്. എന്ന് പറഞ്ഞ ഒരു പെൺപ്രേതം. പെണ്ണുങ്ങളൊക്കെ എൻ്റെ നോട്ടത്തിൽ നിസ്സാരമാണ്, രാമൻകുരുക്കൾ പറഞ്ഞു. കാഴ്ചയിൽ രാമൻകുരുക്കൾ അസ്ഥിമാത്രശേഷനായ ഒരാളായിരുന്നു. കാഴ്ചയിൽ പൈശാചികത തോന്നിക്കുന്ന ഒരു മനുഷ്യരൂപം. മുടിയും താടിയും വളർന്നിട്ടുണ്ട്. കഴുത്തിലൊരു രുദ്രാക്ഷമാല. ഒറ്റമുണ്ടാണ് വേഷം. രാത്രികാലങ്ങളിൽ അയാളെ ഒറ്റയ്ക്ക് കണ്ടാൽ ചുടലപ്പറമ്പിൽ നിന്ന് വന്നതാണെന്ന് തോന്നും. തനിക്കുണ്ടായ അനുഭവം രഘുരാമൻ മന്ത്രവാദിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഓ, ഇതാണോ കാര്യം? ഇന്ന് രാത്രി ഞാനത് മാറ്റിത്തരാം. അവൾ വരട്ടെ. രാമഗുരുക്കൾ കറുത്ത ചരടെടുത്ത് ചില മന്ത്രാക്ഷരങ്ങൾ ഉരുവിട്ട ശേഷം രഘുരാമൻ നായർക്ക് കൊടുത്തു. ഇത് അരയിൽ കെട്ടിക്കോളൂ, അയാൾ പറഞ്ഞു. അന്ന് രാത്രി രഘുരാമൻ നായർ സമാധാനത്തോടെ കിടന്നുറങ്ങി. പക്ഷേ ക്ലോക്കിൽ മണി 12 അടിച്ച് അവസാനിച്ചപ്പോൾ തൻ്റെ കിടക്കമുറിക്കുള്ളിൽ കാൽത്തലയുടെ ശബ്ദം. അതോടൊപ്പം അരക്കെട്ടിൽ എന്തോ ഇഴയുന്നതുപോലെയും തോന്നി. രഘുരാമൻ നായർ തൻ്റെ അരക്കെട്ടിൽ നിന്ന് മന്ത്രച്ചരട് വലിച്ചു പറിച്ച് താഴേക്കെറിഞ്ഞു. അയാൾ അവിടെ കണ്ട കാഴ്ച അത്ഭുതം ജനിപ്പിക്കത്തക്കതായിരുന്നു. ഒരു സർപ്പം താഴെ ഇഴയുന്നു. തൻ്റെ അരയിൽ ഒരു സർപ്പമാണോ അനങ്ങിയത്? പൊന്നിയുടെ പ്രേതത്തെ അകറ്റാൻ വേണ്ടിയാണ് അയാൾ മാന്ത്രിക ചരട് കെട്ടിയത്. അത് ജപിച്ചു തന്ന മന്ത്രവാദി അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അയാളുടെ മുന്നിൽ പൊന്നി നിൽക്കുകയാണ്. അവൾ ഇരുകൈകളും അകത്തി അയാളെ ഞെക്കി കൊല്ലാൻ വരുന്നതായി തോന്നുന്നു. അയ്യോ, എന്നെ കൊല്ലല്ലേ, കൊല്ലല്ലേ! രഘുരാമൻ നായർ വിളിച്ചു പറഞ്ഞു. എന്നെ പിടിച്ചു കെട്ടാനല്ലേ നീ മന്ത്രവാദിയെ കൊണ്ടുവന്നത്? നിനക്കതിന് കഴിയുമോ? പൊന്നി ചോദിച്ചു. രഘുരാമൻ നായർ അതിന് സമാധാനം പറഞ്ഞില്ല. നിന്നോട് ഞാൻ കുറേശ്ശെയായി പ്രതികാരം ചെയ്യും. നീ ഭയന്ന് ഭയന്ന് ചാകണം. അതിനുശേഷം ആ രൂപം പിന്നിലേക്ക് മാറി രഘുരാമൻ നായരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. രഘുരാമൻ നായർ പിന്നീട് ഉറങ്ങിയതേയില്ല. അയാൾ ഭയന്ന് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. മുറി വിട്ട് പുറത്തിറങ്ങാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല.
രാവിലെ എണീറ്റപ്പോൾ മാന്ത്രികൻ തന്റെ മുന്നിൽ ഏതോ കളം വരച്ച് ജപിക്കുന്നത് കണ്ടു. നിങ്ങളെ കൊണ്ട് ഒന്നിനു കഴിയില്ല. നിങ്ങൾ വിചാരിച്ച അവളുടെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ ജപിച്ച മന്ത്രചരട് എവിടെ? അവൾ അടുത്തു വന്നപ്പോൾ അരക്കെട്ടിൽ ആ ചരട് ഇഴയുന്നത് പോലെ തോന്നി. ഞാൻ അത് പറിച്ച് താഴെ എറിഞ്ഞു. അതൊരു പാമ്പായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോ അങ്ങനെയാണ് അല്ലേ? എങ്കിൽ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. രഘുരാമൻ നായർ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് കൊളുന്തെടുക്കുന്ന സ്ഥലത്തേക്ക് പോയി. അതാ അവിടെ പൊന്നി നിന്ന് കൊളുന്തെടുക്കുന്നു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും അയാൾക്ക് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നി. സാവധാനം അയാൾ അവിടെ നിന്നും പിന്നിലോട്ട് നടന്നു. ആ സമയം ഉണ്ണികൃഷ്ണൻ ജീപ്പിൽ അവിടെ എത്തി. എന്താ രഘുരാമൻ നായർ കൃത്യസമയത്ത് തന്നെ ഇന്ന് ജോലിക്ക് വന്നത്? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഒന്നുമില്ല സർ. അങ്ങനെ വേണം. ജോലി ചെയ്യേണ്ടത് കൃത്യസമയത്ത് തന്നെ വേണം. അയാൾ പരുങ്ങി നിന്നു. എല്ലാവരും പണിക്ക് വന്നോ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. വന്നിട്ടുണ്ട് സർ. പൊന്നി എവിടെ? അതാ നിൽക്കുന്നു സർ. ഉണ്ണികൃഷ്ണൻ നോക്കിയപ്പോൾ പൊന്നിയെ കണ്ടില്ല. എവിടെ പൊന്നി? അതാ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളെന്താ കള്ളം പറയാൻ പഠിച്ചോ? അല്ല സർ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നിയതായിരിക്കണം. ഉണ്ണികൃഷ്ണൻ ജീപ്പിൽ കയറി ഓടിച്ചുപോയി. രഘുരാമൻ നായർ വീണ്ടും ചിന്താകുഴപ്പത്തിലായി. ഇത്തരത്തിലൊരു പരീക്ഷണം അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്തോ മറിമായം അവിടെ നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഉണ്ണികൃഷ്ണൻ എസ്റ്റേറ്റ് മുഴുവൻ ചുറ്റിക്കറങ്ങിയ ശേഷം ഉച്ചയോടുകൂടി തന്റെ ക്വാർട്ടേഴ്സിലെത്തി. ടീമേക്കർ ഏർപ്പെടുത്തിയ വേലക്കാരൻ ഭക്ഷണം ശരിയാക്കിയിരുന്നു. വളരെ രുചികരമായ ഭക്ഷണമാണ് അവൻ തയ്യാറാക്കിയിരിക്കുന്നത്. സാമ്പാർ, അവിയൽ, പച്ചടി, കടുമാങ്ങ, തോരൻ എല്ലാം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ആഹാരമായിരുന്നു. പായസവും ഉണ്ടായിരുന്നു. നീ ആള് കൊള്ളാമല്ലോ. ഇതൊക്കെ എങ്ങനെ ശരിയാക്കി? സാറേ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ല, അവൻ അല്പം സങ്കോചത്തോടെ പറഞ്ഞു. പിന്നെ നിന്നെ ആരാ സഹായിക്കാനുണ്ടായിരുന്നത്? അത് പറഞ്ഞ വളരെ രസമുള്ള കാര്യമാ. ഞാൻ അരി കഴുകി അടുപ്പത്തിട്ട ശേഷം കറി എന്താ വെക്കേണ്ടതെന്ന് ചിന്തിച്ചു നിന്നപ്പോൾ ഒരു പെണ്ണ് ഇവിടെ വന്നു. പെണ്ണോ? അതാരാ? ആരാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം കാണുകയാ. കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ട സുന്ദരിയാ. കൂടിയാൽ 20 വയസ്സ് കാണും. ആരമെന്നറിയാതെ നീ എന്തിനാ അകത്ത് കയറ്റിയത്? അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് കറി വെക്കാനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞു. ഇവിടെ നല്ല പരിചയമുള്ളതുപോലെയാണ് പെരുമാറിയത്. എന്നിട്ട് കറിയൊക്കെ വെച്ച് തന്നോ? വെച്ച് തന്നില്ല, ഓരോന്നും വെക്കേണ്ട വിധം പഠിപ്പിച്ചു തന്നു. അതായിരിക്കും. പേരൊന്നും പറഞ്ഞില്ലേ? അതൊന്നും പറഞ്ഞില്ല. പിന്നെ പെരുമാറ്റം കണ്ടപ്പോൾ സാറിന് അറിയാവുന്ന ആളാമെന്ന് ഞാനും കരുതി. പൊന്നി ആയിരിക്കാനാണ് സാധ്യതയെന്ന് ഉണ്ണികൃഷ്ണന് മനസ്സിലായി. അതാണ് അവളെ കൊളുന്തെടുക്കുന്ന സ്ഥലത്ത് കാണാഞ്ഞത്. ആ പെണ്ണ് പിന്നീട് എന്തു പറഞ്ഞു? കുന്നിൻ മുകളിലെ അമ്പലത്തിൽ വൈകുന്നേരം കാണണമെന്ന് പറഞ്ഞു. ജോലിക്ക് വരാതെ അവൾ അമ്പലത്തിൽ പോയിരിക്കുക അല്ലേ? കാണട്ടെ, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപ്പോ സാറിന് അറിയാവുന്ന ആള് തന്നെയാ അല്ലേ? അതെ, എനിക്ക് അറിയാവുന്ന ആള് തന്നെയാണെന്നാ തോന്നുന്നത്. ഉച്ച കഴിഞ്ഞ് രഘുരാമൻ നായർ ജഗദമ്മ അമ്മായിയെ കാണാൻ ബംഗ്ലാവിലേക്ക് പോയി. എടോ, ആ പെണ്ണിന്റെ കാര്യം എന്തായി? അവൾ ഇപ്പോഴും അവനെ ചുറ്റിപ്പറ്റി നടക്കുകയാണല്ലോ, അമ്മായി പറഞ്ഞു. കൊച്ചമ്മ എന്നെ രക്ഷിക്കണം. ഞാൻ എല്ലാം തുറന്നു പറയാനാണ് വന്നത്. എന്താണ് അതെനിക്ക് പറയാനുള്ളത്? ഞാൻ ഓരോന്നും മനസ്സിൽ കുറിച്ചിടുന്നു. ഓരോന്നും മാറിപ്പോകുന്നു. ഏതെങ്കിലും തരത്തിൽ വിമലയെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെങ്കിലേ ഇനി മുന്നോട്ട് പോകാനൊക്കൂ. അത്തരത്തിലാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? അതങ്ങ് നടത്താമല്ലോ. അതിന് അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ? അതേക്കുറിച്ചൊക്കെ പറയാനാണ് കൊച്ചമ്മേ ഞാൻ വന്നത്. ഞാനും ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ്. എന്താണ് താൻ പറയുന്നത്? താൻ മന്ത്രവാദിയെ കൊണ്ടുവന്നില്ലേ? മന്ത്രവാദിയെ കൊണ്ടുവന്നതിൻ്റെ സത്യാവസ്ഥ പറയാനാണ് ഈ വന്നത്. ഇപ്പോൾ ഞാനും മന്ത്രവാദിയും കുഴപ്പത്തിലായിരിക്കുകയാണ്. അങ്ങനെ വരാൻ എന്തുണ്ടായി? രഘുരാമൻ നായർ അങ്ങുമിങ്ങും നോക്കി ആരെങ്കിലും മുറ്റത്തോ പരിസരത്തോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ താൻ അങ്ങുമിങ്ങും നോക്കുന്നത്? കാര്യം എന്താണെന്ന് പറ. കൊച്ചമ്മേ, ഇതാരോടും പറയരുത്. പറഞ്ഞാ തല പോകുന്ന കാര്യമാ. നമ്മളായിട്ട് അത് ചെയ്തു എന്ന് വരും. എന്താടോ താൻ പറഞ്ഞു തുലയ്ക്ക്. കൊച്ചമ്മ, പൊന്നി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അയാൾ സ്വരം താഴ്ത്തി പറഞ്ഞു. എന്ത്? താൻ എന്താ പറയുന്നത്? പൊന്നി ജീവിച്ചിരിപ്പില്ലെന്നോ? പിന്നെ ഉണ്ണികൃഷ്ണൻ ആരുടെ പുറകെ നടക്കുന്നത്? കൊച്ചമ്മേ, അതാ എനിക്കും മനസ്സിലാകാത്തത്. ഒരു രാത്രി പൊന്നിയെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവളെ കൊല്ലേണ്ടതായി വന്നു. എന്നിട്ട് താൻ എന്ത് ചെയ്തു? സത്യമാണോ താൻ ഈ പറയുന്നത്? അല്പം പരിഭ്രമത്തോടെ ജഗദമ്മ അമ്മായി ചോദിച്ചു. അതേ കൊച്ചമ്മേ,
ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് താൻ എന്ത് ചെയ്തു? അവളെ കൊന്ന ശേഷം ഞാൻ ശവം കക്കൂസൂഴി തള്ളി അതിൻ്റെ സ്ലാബ് വലിച്ചു മൂടി. നേരാണോ ഈ പറയുന്നത്? അമ്മായിക്ക് പരിഭ്രമമായി. അതേ കൊച്ചമ്മേ, പക്ഷേ അത്ഭുതം അതല്ല, അവൾ ഇപ്പോഴും എസ്റ്റേറ്റിലുണ്ട്. പ്രേതമാണോ അതോ അവൾ തന്നെയാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ്. പ്രേതമാണെങ്കിൽ ശക്തിയുള്ള പ്രേതമാണ്. ഞാൻ കൊണ്ടുവന്ന മന്ത്രവാദിക്ക് പോലും അതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പ്രേതങ്ങൾ പകലിറങ്ങി നടക്കുമോ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ചിലപ്പോൾ അത് തോന്നലായിരിക്കും. തോന്നലാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് അവളുടെ പുറകെ നടക്കുന്നത്? അവന് ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ. ഏതായാലും നമ്മളിനി അടങ്ങിയിരിക്കാൻ പാടില്ല. എൻ്റെ സംശയം ഇതെല്ലാം അവൻ്റെ വേലയാണെന്നാ. അതെങ്ങനെ സാധിക്കും? ഉണ്ണികൃഷ്ണൻ സാധാരണക്കാരനൊന്നുമല്ല. അവനിവിടെ വന്ന ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നെ ഇപ്പോൾ ആരും വകവെക്കാതായിട്ടുണ്ട്. ഇപ്പോൾ ടീ മേക്കർ അവനൊരു വേലക്കാരനെ കൊടുത്തിട്ടുണ്ട്. ഫാക്ടറി ജോലിക്കാരും അവൻ്റെ പക്ഷത്താ, അമ്മായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാനെല്ലാം തെറ്റുമല്ലോ, രഘുരാമൻ നായർ പറഞ്ഞു. ഇങ്ങനെ പോയാൽ താനും ഞാനും ഒക്കെ ഇവിടുന്ന് പോകേണ്ടി വരും. ഇനിയിപ്പോൾ എന്താ വഴി? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെയൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയും. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഇനി അതിൻ്റെ അന്ത്യം കേട്ടിട്ടേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ വൈകുന്നേരം എവിടെയാണ് പോകുന്നതെന്ന് നോക്കണം. അവൻ്റെ പിന്നാലെ പോകണം. അവൻ്റെ കൂടെ ഏത് പെണ്ണാണെന്ന് കണ്ടുപിടിക്കണം. ചിലപ്പോൾ അവൻ മറ്റു വല്ല പെൺപിള്ളേരുമാണ് കൊണ്ടു നടക്കുന്നത് എന്ന് അറിയണം. ഏതായാലും പ്രേതമൊന്നുമല്ല. എന്നും വൈകുന്നേരം മലമുകളിലെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അവിടെ വെച്ച് അവരെ കണ്ടവരുണ്ട്. അവർ സംശയിക്കാത്ത വിധം പറ്റിയ ഒരാളെ ഞാൻ തന്നെ അയക്കാം. എന്താണെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കണം, അമ്മായി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ വൈകുന്നേരമായപ്പോൾ കുന്നിൻ മുകളിലേക്ക് നടന്നു. കയറ്റം കയറുമ്പോൾ അയാൾ ആലോചിച്ചു, പൊന്നി എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്? അന്ന് മലവേടന്മാരുടെ ഉത്സവനാളിൽ അവരെല്ലാവരും പൊന്നിയെ നമസ്കരിച്ചത് എന്തിനാണ്? പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. കരികിൽ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുള്ള സാലപഞ്ചികകളെ നോക്കി ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെ അയാൾ നടന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും കാൽച്ചിലങ്ങുകളുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം കൽച്ചുവരകളിലും കൽത്തൂണുകളിലും പ്രതിഫലിച്ചു. ആ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നറിയാൻ വേണ്ടി അയാൾ അകത്തേക്ക് നോക്കി. ക്ഷേത്രത്തിനകത്തു നിന്നും പൊന്നി ഇറങ്ങി വരുന്നതാണ് കണ്ടത്. അവളുടെ കാൽച്ചിലങ്കകൾ അപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരുന്നു. പൊന്നി, അമ്പലത്തിനകത്ത് എന്തെടുക്കുകയായിരുന്നു? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഞാൻ ദേവിക്ക് പൂജ ചെയ്യുകയായിരുന്നു. എന്നിട്ട് പ്രസാദം എവിടെ? അയ്യോ, ഞാനത് എടുക്കാൻ മറന്നു. അപ്പോ തലയിലിരിക്കുന്നതോ? അത് കാട്ടുകദളിപ്പുവാണ്. പ്രസാദം തന്നെ ഞാനെടുത്ത് തലയിൽ ചൂടി. എനിക്ക് അതാണെങ്കിലും മതി, ദേവിയുടെ പ്രസാദമല്ലേ. ഇതാ എടുത്തോളൂ. പൊന്നി അവളുടെ തലയിൽ നിന്ന് പൂവെടുത്ത് ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു. അയാൾ അത് വാങ്ങി ചെവിയിൽ തിരികെ വെച്ചു. എന്താ പൊന്നി നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ഞാനും വരുമായിരുന്നല്ലോ, ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഇന്ന് പൗർണമിയല്ലേ? സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇവിടെ പൂജയുണ്ടായിരുന്നു, മലവേടരുടെ പൂജ. അതുകൊണ്ട് ഞാനും നേരത്തെ ഇങ്ങോട്ട് പോന്നു. സൂര്യൻ അസ്തമിച്ചിട്ടും ഈ കുന്നിൻ മുകളിൽ പ്രകാശമുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. നോക്കൂ, ആ കിഴക്കൻ മലയുടെ മുകളിലേക്ക്. ആ കാണുന്ന പാറ മുഴുവൻ വെള്ളാരങ്കല്ലാണ്. പടിഞ്ഞാറ് സൂര്യൻ മറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രകാശം ആ മലമുകളിൽ പതിയുന്നുണ്ട്. അവിടെ നിന്നും ഇങ്ങോട്ട് പ്രകാശിക്കുന്നതാണ് ഈ വെളിച്ചം. ആ കുന്നിൽ മാത്രമേ ആ പ്രകാശമുള്ളൂ അല്ലേ? അതെ അതെ. നമുക്ക് ആ കാണുന്ന ആലിന്റെ ചോട്ടിൽ പോയിരിക്കാം. അവിടെ ഇരുന്നാൽ ഈ പ്രദേശം മുഴുവൻ കാണാം, ഉണ്ണികൃഷ്ണൻ പൊന്നിയെ വിളിച്ചു. അവൾ അയാളുടെ കൂടെ നടന്നു. അയാൾ ആൽത്തറയിൽ ഇരുന്നപ്പോൾ പൊന്നി വളഞ്ഞു പൊന്തി നിന്ന ഒരു വേരിലിരുന്നു. പടിഞ്ഞാറ് നിന്നും കാറ്റ് വീശിക്കൊണ്ടിരുന്നു. തണുത്ത കാറ്റ് ആലിന്റെ ഇലകളിൽ മർമരം പെയ്തു. ഈ പ്രദേശം ഈ ക്ഷേത്രത്തിന് പറ്റിയതാണ്. ഇവിടുത്തെ ദേവിയെ ആരാണ് പ്രതിഷ്ഠിച്ചത്? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. എൻ്റെ അറിവിൽ ഇവിടുത്തെ പഴയ രാജകുടുംബമാണ് ഈ ക്ഷേത്രം പണിതെന്നാണ്. എൻ്റെ അറിവിൽ ഈ ക്ഷേത്രം പണ്ടേ ഉള്ളതെന്നാണ്. എന്ന് വെച്ചാൽ ദേവി സ്വയംഭൂവാണ്. പൊന്നിയും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം എന്താ? അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. പൊന്നിക്ക് അതേക്കുറിച്ച് നിശ്ചയമുണ്ടോ എന്നറിയുവാനാണ് അങ്ങനെ ചോദിച്ചത്. ഞാൻ പറഞ്ഞ സാറ് വിശ്വസിക്കില്ല. എൻ്റെ അമ്മ ഈ പറഞ്ഞ രാജകുടുംബത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ പൊന്നിക്ക് അതറിയാം അല്ലേ? എനിക്കെല്ലാം അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഞാൻ വിശ്വസിക്കും. പൊന്നി എന്ത് പറഞ്ഞാലും സത്യമാണെന്ന് എനിക്കറിയാം. സാറിന് ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. എൻ്റെ കൂടെ വരാമോ? വരാമല്ലോ. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ഉണ്ണികൃഷ്ണൻ പൊന്നിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഏതോ ഒരു പ്രകാശം ഒളിഞ്ഞിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അഭൗമമായ ഒരു ശക്തി ആ കണ്ണുകൾക്കുണ്ട്. ഇത്രയും മനോഹരമായ കണ്ണുകൾ അയാൾ മറ്റൊരു സ്ത്രീയിലും കണ്ടിരുന്നില്ല. എനിക്ക് പൊന്നിയെ ഇഷ്ടമാണ്. ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനേക്കാളും ഞാൻ പൊന്നിയെ സ്നേഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ അയാളുടെ ഹൃദയം അവളുടെ മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. അരുത്, അങ്ങനെ പറയരുത്. ഞാൻ ഒരു സാധാരണ പെണ്ണല്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. സാറിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ഈ എസ്റ്റേറ്റിൽ വന്നത് തന്നെ എന്തിനാണ്? ഇതെൻ്റെ അച്ഛൻ്റെ സ്വന്തമാണ്. അച്ഛൻ്റെ ആരുമല്ലാത്ത ജഗദമ്മമായി ഭരിക്കുന്നത്. അത് വീണ്ടെടുക്കാനാണ് ഞാൻ വന്നത്. അതിന് സാറ് എന്തെല്ലാം ചെയ്യേണ്ടി വരും? ഓരോന്നായി ഞാൻ ചെയ്തു തീർക്കും. സാറിനറിയാമോ അവരുടെ ഭർത്താവ് എവിടെയാണെന്ന്? അതായത് എൻ്റെ അച്ഛൻ. അദ്ദേഹം മരിച്ചുപോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ വിവരം സാർ അവരോട് ചോദിച്ചോ? എന്നോട് പറഞ്ഞത് അദ്ദേഹം ഉണ്ടെന്നാണ്. മറ്റൊരാൾ പറഞ്ഞു അദ്ദേഹത്തെ കൊന്നുവെന്ന്. എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. പൊന്നി എണീറ്റ് ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്ക് വന്നു. ഉണ്ണികൃഷ്ണൻ അവളെ അനുഗമിച്ചു. ക്ഷേത്രത്തിന് പിന്നിലെത്തിയ അവർ തെക്കോട്ട് നടന്നു. പടിക്കെട്ടിറങ്ങി. മുനിയറകൾ അവിടെ എവിടെയായി സ്ഥിതി ചെയ്യുന്ന നിരപ്പിലെത്തി. പൊന്നി കരിങ്കൽ പാളികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മുനിയറയുടെ അടുത്തേക്ക് ചെന്നു. ആ കല്ലിൽ സാറൊന്ന് പിടിച്ചോളൂ. ഞാനും പിടിക്കാം. ഇതൊന്ന് മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ അകം കാണാം. അവൾ കല്ലിൻ്റെ അരികിൽ പിടിച്ചു. ഉണ്ണികൃഷ്ണനും അവളെ സഹായിക്കാൻ എന്ന വിധം മറ്റേ അറ്റത്ത് പിടിച്ചു. ആ കരിങ്കൽ പാളി അവർ മറിച്ചിട്ടു. പൊന്നിക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് അപ്പോഴാണ് ഉണ്ണികൃഷ്ണന് മനസ്സിലായത്. അയാൾ അത്ഭുതപ്പെട്ടുപോയി. കരിങ്കൽ പാളി മാറ്റിയപ്പോൾ ഉണ്ണികൃഷ്ണൻ അതിനുള്ളിലേക്ക് നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ ഉണ്ണികൃഷ്ണൻ അതിനുള്ളിൽ ഒരു അസ്ഥികൂടം കണ്ടു. പെട്ടെന്ന് ഞെട്ടി പിന്നോട്ട് മാറി. തീപ്പെട്ടിയുണ്ടോ കയ്യിൽ? അവൾ ചോദിച്ചു. ഇതാ, ഈ ഓടപ്പന്തം ഒന്ന് കത്തിച്ചേ. അവൾ വടി പോലെ കുത്തിപ്പിടിച്ചിരുന്ന ഈറ്റയുടെ ഒരറ്റം കാണിച്ചു. ഉണ്ണികൃഷ്ണൻ അത് കത്തിച്ചു. ഇനി നോക്ക്, ഇത് കൊച്ചമ്മയുടെ ഭർത്താവിൻ്റെ അസ്ഥികൂടമാണ്. ആരാണെന്ന് സാറിന് അറിയാമല്ലോ. സത്യമാണോ പൊന്നി പറയുന്നത്? ഉണ്ണികൃഷ്ണന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ആരാണ് ഇത് ചെയ്തത് പൊന്നിക്കറിയാമോ? എനിക്കറിയാം. കൊച്ചമ്മയുടെ ആൾക്കാരാണ് ചെയ്തത്. കൊച്ചമ്മയ്ക്കും പങ്കുണ്ടായിരുന്നു. പൊന്നിയുടെ അമ്മയെ കൊന്നത് അതും അവർ തന്നെ. രാമയ്യൻ്റെ ഭാര്യയ്ക്കായിരുന്നു എന്നെ കിട്ടിയത്. കുഞ്ഞായിരുന്നതുകൊണ്ട് അവർ എന്നെ വളർത്തി. എന്നിട്ട് അവരെവിടെയാണ്? ഒരിക്കൽ കുടി കഴിഞ്ഞ് വന്ന രാമയ്യൻ അവരെ ചവിട്ടിക്കൊന്നു. എന്തെല്ലാം കഥകളാണ് പലരും പലതരത്തിൽ പറയുന്നത്. ആര് പറയുന്നതാണ് ശരി? ഞാൻ പറയുന്നതാണ് ശരി. പൊന്നിയെന്ന് കുഞ്ഞായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇതൊക്കെ അറിയുന്നു? എനിക്കെല്ലാം അറിയാം. എനിക്കല്ലാതെ മറ്റാർക്കാണ് എല്ലാം അറിയാവുന്നത്? അവൾ ചോദിച്ചു. വരൂ, നമുക്ക് പോകാം. കിഴക്കൻ മലയുടെ മുകളിൽ ഊതി കാച്ചിയെടുത്ത ഒരു പൊൻതളിക പോലെ പൗർണമി ഉയർന്നു. അതിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മുയലിനെ നോക്കി ഉണ്ണികൃഷ്ണൻ നിന്നു. പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥ അയാളുടെ ഓർമ്മയിൽ വന്നു. ചന്ദ്രൻ എന്ന പൊൻതളികയിൽ ഉറങ്ങിക്കിടക്കുന്ന മുയൽ. നമുക്ക് താഴേക്ക് പോവുകയല്ലേ? ഉണ്ണികൃഷ്ണൻ പൊന്നിയോട് ചോദിച്ചു. സാർ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. പൂജയൊക്കെ കഴിഞ്ഞില്ലേ? പൗർണമിയല്ലേ, ഇനിയും മലവേടന്മാരൊക്കെ വന്നെന്നിരിക്കും. അതിന് പൊന്നി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അവർ വരുമ്പോൾ ഞാനിവിടെ ഇല്ലാതിരുന്നാൽ എങ്ങനെയാ? രാത്രി തനിച്ച് കണ്ണമ്മാളുടെ അടുത്ത് എങ്ങനെ പോകും? പൗർണമിയല്ലേ, നല്ല പ്രകാശം. മലവേടൻ തുണയുണ്ട്. അല്പം കഴിയുമ്പോൾ വരും. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. സാറ് തനിയെ പോകുമ്പോൾ സൂക്ഷിക്കണം. എല്ലാവരും സാറിൻ്റെ വിരോധികളാണ്. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് പൊന്നിയുടെ കാര്യത്തിലേ വിഷമമുള്ളൂ. അച്ഛനും അമ്മയും പോയി, ഇനി പൊന്നി മാത്രമേ ഉള്ളൂ. പാവം പൊന്നി, അല്ലേ സാറേ? അതെ. ഞാൻ പോട്ടെ പൊന്നി, അതോ നിൽക്കണോ? വേണ്ട, മലവേടനുണ്ട്. സാറ് പൊയ്ക്കോ. ഈ പന്തം കയ്യിൽ വെച്ചോളൂ, അവിടം വരെ പ്രകാശമുണ്ടാവും. പൊന്നി പിന്നീട് അവിടെ നിന്നില്ല. അവൾ ഒരു മാൻകുട്ടിയുടെ വേഗതയിൽ പടിക്കെട്ടുകൾ ചാടിക്കയറി ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോകുന്നത് ഉണ്ണികൃഷ്ണൻ കണ്ടു. എന്ത് വേഗതയിലാണ് അവൾ പോയത്? പറക്കുകയായിരുന്നോ? ഉണ്ണികൃഷ്ണൻ ചിന്തിച്ചു. അയാൾ കുന്നിറങ്ങി താഴെ എത്തി. എസ്റ്റേറ്റ് റോഡിലൂടെ നടന്നു. രഘുരാമൻ നായർ താമസിക്കുന്ന വീടിനടുത്തെത്തിയപ്പോൾ ജഗദമ്മയുടെ കാറ് വീടിന്റെ വാതിൽക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ബംഗ്ലാവിന് നേരെ ഓടിച്ചു പോകുന്നത് കണ്ടു. ഉണ്ണികൃഷ്ണൻ വാച്ചിൽ നോക്കി. മണി 8 കഴിഞ്ഞിരിക്കുന്നു. ആരാണത്? തൻ്റെ മുന്നിൽ നിന്ന ആളോട് ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഫാക്ടറിയിലെ ജോലിക്കാരനാണേ സർ, അയാൾ പറഞ്ഞു. ആരാണ് ഇപ്പോൾ കാറിൽ പോയത്? കൊച്ചമ്മയാണ് സർ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും കാർ ഇവിടെ ഉണ്ടായിരുന്നു.
താൻ എപ്പോഴാണ് പോയത്? 6 മണി കഴിഞ്ഞു കാണും. ഓഹോ, അങ്ങനെയാണോ? ഉണ്ണികൃഷ്ണൻ തൻ്റെ വീട്ടിലെത്തിയപ്പോൾ വേലക്കാരൻ അടുക്കളയിലായിരുന്നു. സാറിനെ തേടി അല്പം മുമ്പ് ഇവിടെ ഒരാൾ വന്നിരുന്നു, വേലക്കാരൻ പറഞ്ഞു. ആരായിരുന്നു? ആളെ എനിക്ക് അറിഞ്ഞുകൂടാ. കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. എന്തു പറഞ്ഞാണ് അയാൾ പോയത്? പിന്നെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. ആരായിരിക്കുമെന്ന് ചിന്തിച്ച് ഉണ്ണികൃഷ്ണൻ അല്പസമയം നിന്നു. ഊണ് കഴിഞ്ഞ് കിടന്നപ്പോൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാണ് കിടന്നത്. രാത്രി 12 മണിവരെ ജഗദമ്മയുടെ ബംഗ്ലാവിന്റെ ഔട്ട് ഹൗസിൽ വെളിച്ചമുണ്ടായിരുന്നു. എസ്റ്റേറ്റ് മുഴുവൻ നിശബ്ദതയിലാണ്ടിരുന്നു. നിലാവ് തേയിലച്ചെടികളുടെ മുകളിലൂടെ പരന്നൊഴുകി. ഈ സമയം മാർത്താണ്ഡൻ തന്റെ ഇരട്ടക്കുഴൽ തോക്കുമായി ഉണ്ണികൃഷ്ണന്റെ വീടിന് നേരെ നടന്നു. അയാൾ ഉണ്ണികൃഷ്ണന്റെ വീടിനടുത്തെത്തി. ഉണ്ണികൃഷ്ണൻ കിടന്നിരുന്ന ജനലിനടുത്ത് വന്നു നിന്നു. കണ്ണാടി ജനലിൽ കൂടി അകത്തേക്ക് പ്രകാശം കടക്കുന്നുണ്ട്. ആ പ്രകാശത്തിൽ അയാൾ ഉണ്ണികൃഷ്ണനെ കണ്ടു. മെല്ലെ അയാൾ ജനലിന്റെ പാളിയിൽ പിടിച്ചു വലിച്ചു. അത് തുറന്നു. അയാൾ തോക്ക് ഉണ്ണികൃഷ്ണന് നേരെ ലക്ഷ്യം വെച്ചു. പെട്ടെന്ന് അയാളുടെ കഴുത്തിൽ ആരോ പിടിമുറുക്കി. ഒരു വലിയ കൈപ്പത്തിയായിരുന്നു അത്. ഒരു ഞെട്ടലോടെ മാർക്കണ്ഡൻ തിരിഞ്ഞു. അവന് ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴുത്തിലെ പിടി അത്രമാത്രം മുറുകിക്കൊണ്ടിരുന്നു. താണ കൈകൾ ഉയർത്താൻ അവന് കഴിഞ്ഞില്ല. ഒരു സാധാരണ പെണ്ണായ പൊന്നിയാണ് ശക്തനായ മാർക്കണ്ഡന്റെ കഴുത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ആ കൈത്തലവും വിരലുകളും നീണ്ട് മാർക്കണ്ഡന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യന്റെ കൈ ഒരു കോഴിയുടെ കഴുത്തിൽ പിടിക്കുന്നത് പോലെയായിരുന്നു അയാളിൽ പിടിമുറുക്കിയത്. മാർക്കണ്ഡന്റെ നാക്ക് പുറത്തേക്ക് ചാടി കണ്ണുകൾ തുറിച്ചു വന്ന് രക്തം വായിൽ കൂടി വാർന്നൊഴുകി. കഴുത്ത് ഒരു ചരട് പോലെ ബലം കുറഞ്ഞു വന്നു. കൈ അയച്ചപ്പോൾ മാർത്താണ്ഡന്റെ ശരീരം പിന്നോട്ട് മറിഞ്ഞു വീണു. അടുത്ത ദിവസം ഉദ്ദേശം 10 മണിയോടുകൂടിയാണ് മാർത്താണ്ഡന്റെ മൃതശരീരം ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ തെക്കേ പുറത്ത് കിടക്കുന്നത് വേലക്കാരൻ കണ്ടത്. അവൻ ഓടി പെരട്ടുകളത്തിൽ വന്നു. അവിടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. സാറേ, വീടിന്റെ പുറകിൽ ഒരാൾ ചത്തു കിടക്കുന്നു. കയ്യിലൊരു തോക്കുമുണ്ട്. ആരാണെന്ന് മനസ്സിലായോ? ഉണ്ണികൃഷ്ണൻ അവനോട് ചോദിച്ചു. ഇല്ല. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ അവിടെ എത്തി. ആളെ അയാൾക്കും മനസ്സിലായില്ല. വേലക്കാരനെ ബംഗ്ലാവിലേക്ക് അയച്ചു. ഉച്ചയായപ്പോൾ ആളുകൾ തടിച്ചുകൂടി. മൃതശരീരത്തിന്റെ അടുത്ത് ചുവന്ന ചെത്തിപ്പൂവിന്റെ ഒരു ചെറിയ കുല കിടന്നിരുന്നു. ആ ചുറ്റുപാടിലെങ്ങും ചെത്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ തലേ ദിവസം വൈകുന്നേരം ക്ഷേത്രത്തിനടുത്ത് വെച്ച് പൊന്നിയുമായി സംസാരിക്കുമ്പോൾ അവളുടെ തലയിൽ ചെത്തിപ്പൂ ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ കണ്ടിരുന്നു. അസാധാരണമായ ആ സാഹചര്യത്തിൽ ചെത്തിപ്പൂവ് അവിടെ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണന് ആ തോന്നലുണ്ടായെന്ന് മാത്രം. മാർത്താണ്ഡന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആരോ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് മനസ്സിലായി. പക്ഷേ ഒരു കല്ലുരസലിന്റെ ഇടവണ്ണവും അത്രമാത്രം ഉറപ്പുമുള്ള മാർക്കണ്ഡന്റെ കഴുത്ത് ഞെരിക്കാൻ എസ്റ്റേറ്റിൽ ആരാണുള്ളത്? അത്രമാത്രം ബലമുള്ള ആരെയും അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. രാത്രി ജഗദമ്മയുടെ ബംഗ്ലാവിൽ രഘുരാമൻ നായരും കടുവാക്കുട്ടനും ചെന്നു. കറുപ്പുസ്വാമി പതിവ് പോലെ അവർക്ക് മദ്യം കൊടുത്തു. മാർത്താണ്ഡന്റെ അത്ഭുതകരമായ മരണം ജഗദമ്മയെ ചിന്താകുലയാക്കിയിരുന്നു. അവർ ആകെ ഭയന്നിരുന്നു. തനിക്കെതിരായി ഏതോ ഒരു വലിയ ശക്തി ഉണർന്നെണീറ്റിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. പരിഭ്രമം മാറ്റുവാൻ അവർ അല്പം മദ്യപിക്കുകയും ചെയ്തു. മാർത്താണ്ഡൻ എങ്ങനെയാണ് ചത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും പിടിയുണ്ടോ? അവർ രഘുരാമനോടും കുട്ടനോടും ചോദിച്ചു. അതിശയമെന്നേ പറയാൻ പറ്റൂ, അവർ രണ്ടാളും പറഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും തീരുമാനമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത ചീട്ട് ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കും, അമ്മായി പറഞ്ഞു. അവിടെ ഒരു ചെത്തിപ്പൂവ് കിടന്നതിനെ പറ്റി പറയുന്നത് കേട്ടു. അതെങ്ങനെ ശവത്തിന്റെ അടുത്ത് വന്നു? അമ്മായി ചോദിച്ചു. അത് അത്ഭുതമാണ്, കുട്ടൻ പറഞ്ഞു. ഇതൊക്കെ പൊന്നിയുടെ പണിയാണ്, രഘുരാമൻ പറഞ്ഞു. എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? ഒരു പീറ പെണ്ണാണോ ഇതൊക്കെ ചെയ്യുന്നത്? താൻ എന്ത് പറഞ്ഞാലും വില പോയില്ലെന്ന് മനസ്സിലാക്കിയ രഘുരാമൻ നായർ പിന്നീട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ പൊന്നിയുടെ പ്രേതമാണ് മാർത്താണ്ഡനെ കൊന്നതെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണനെ സഹായിക്കാൻ ഈ എസ്റ്റേറ്റിൽ ആരോ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം, ജഗദമ്മ അമ്മായി പറഞ്ഞു. ആ സാറ് കൂടെ കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അവിടെ ആരെ കാണാനാണ് പോകുന്നത്? കുട്ട ചോദിച്ചു. അതിനൊരു മാർഗമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോകുന്ന പുറകെ നിങ്ങൾ ആരെങ്കിലും പോകണം. ക്ഷേത്രത്തിൽ വെച്ച് അത് ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം. ആരാ പോകുന്നത്? റൈറ്റർ പോകുന്നോ അതോ കുട്ടൻ പോകുന്നോ? അതിനൊക്കെ മിടുക്കൻ കുട്ടൻ തന്നെയാ, രഘുരാമൻ പറഞ്ഞു. എനിക്കറിയാം, റൈറ്റർക്ക് ആ സാറിന് അല്പം പേടി കാണും. അക്കാര്യത്തിൽ കുട്ടന് മോശമല്ലല്ലോ, രഘുരാമൻ നായർ തിരിച്ചടിച്ചു. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ചെയ്യാനുള്ള കാര്യം നോക്ക്. ഞാൻ തന്നെ പോകാം, കുട്ടൻ സമ്മതിച്ചു. വൈകുന്നേരമായപ്പോൾ ഉണ്ണികൃഷ്ണൻ പതിവ് പോലെ ക്ഷേത്രത്തിലേക്ക് നടന്നു.
അടുപ്പിച്ച് കുറേ നാൾ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഒരു കാന്തശക്തി വലിക്കുന്നത് പോലെ അയാളുടെ മനസ്സ് അങ്ങോട്ട് ആകർഷിച്ചു. പടവുകൾ ചവിട്ടി മുകളിലെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെളിച്ചമുണ്ടായിരുന്നു. സൂര്യപ്രകാശം മാഞ്ഞിരുന്നില്ല. ആൽച്ചോട്ടിലെത്തിയപ്പോൾ അവിടെ മലവേടന കണ്ടു. എന്താ, ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായെന്ന് കേട്ടല്ലോ? ഉണ്ടായി, ഒരാൾ മരിച്ചു. എന്നെ ഉപദ്രവിക്കാൻ വന്ന ആളാണെന്ന് തോന്നുന്നു. അവനെ കൊന്നത് ആരാണെന്ന് അറിയാമോ? അറിഞ്ഞുകൂടാ. ദേവിയുടെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, മലവേടൻ പറഞ്ഞു. അപ്പോൾ അകത്ത് മണിയച്ച് കേട്ടു. ആരാണ് മണിയടിച്ചത്? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ മണിയടിക്കുന്നത് ഒരു തരം പക്ഷികളാണ്. ഒരു മണിയുടെ നാക്കിൽ നിന്നും അടുത്ത മണിയുടെ നാക്കിലേക്ക് പക്ഷി പറന്നു ചാടും. അപ്പോൾ മണിശബ്ദം കേൾക്കും. അതൊരു അത്ഭുതമാണല്ലോ. അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ എൻ്റെ ഓർമ്മയിൽ പലതും ഞാൻ ഈ ദേവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. തന്നെ ആശ്രയിക്കുന്നവരെ മനുഷ്യരൂപം സ്വീകരിച്ച് സഹായിച്ച കഥകൾ. തന്നെ പൂജിക്കുന്നവർക്ക് അപകടം സംഭവിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും മടിക്കില്ല. പുനിയെ മലവേടം കണ്ടോ? കണ്ടു, അവളാണ് പൂജ ചെയ്യാറുള്ളത്. ഇന്ന് പുനിയെ ഞാൻ കണ്ടില്ല. അവൾ എസ്റ്റേറ്റിലും വന്നില്ല. ഉണ്ണികൃഷ്ണൻ ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്നു. സാധാരണ ഇറങ്ങി വരാറുള്ളത് പോലെ പൊന്നി അകത്തുനിന്നും ഇറങ്ങി വന്നു. ഉണ്ണികൃഷ്ണൻ പൊന്നിയുടെ തലയിലേക്കാണ് നോക്കിയത്. കാട്ടുചെത്തിയുടെ പൂക്കൾ അവൾ മുടിക്കെട്ടിൽ ചൂടിയിരുന്നു. പെട്ടെന്ന് ഉണ്ണികൃഷ്ണന്റെ മനസ്സ് മരണമടഞ്ഞ മാർത്താണ്ഡന്റെ മൃതശരീരത്തിനടുത്ത് കിടന്ന ചെത്തിപ്പൂവിലെത്തി. എന്താ പൊന്നി ഇന്ന് എസ്റ്റേറ്റിൽ വരാഞ്ഞത്? എനിക്കിന്ന് വല്ലാത്ത ക്ഷീണമായിരുന്നു. കണ്ണമ്മാളുടെ വീട്ടിലും കണ്ടില്ലല്ലോ. ഞാൻ ചിലപ്പോൾ ഇവിടെയാണ് കിടക്കുക. അതെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? എസ്റ്റേറ്റിൽ എനിക്ക് എല്ലാവരും ശത്രുക്കളല്ലേ. ഇവിടെ തനിച്ച് കിടക്കാൻ ഭയമില്ലേ? കൊള്ളാം. ക്ഷേത്രത്തിൽ കിടക്കാൻ ഭയമോ? ഇവിടെ ഞാൻ ആരെ ഭയപ്പെടണം? കൂട്ടില്ലാതെ രാത്രി ഇവിടെ കിടക്കുകയോ? എന്തിനു കൂട്ട്? രാത്രി ഇവിടെ ആരെങ്കിലും വരാൻ ധൈര്യപ്പെടുമോ? പൊന്നി അറിഞ്ഞോ, ഇന്നലെ രാത്രി എൻ്റെ വീടിൻ്റെ പിന്നിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. അവൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവൻ എന്നെ കൊല്ലാൻ വന്നതാണെന്ന് തോന്നുന്നു. സാറിനെ രക്ഷിച്ചത് ആരാണെന്നറിയാമോ? പൊന്നി ചോദിച്ചു. എനിക്ക് തോന്നുന്നത് പൊന്നിയാണെന്നാ, ഉണ്ണികൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല കാര്യമായി. ഞാനോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിനുള്ള തെളിവ് അവിടെ ഉണ്ടായിരുന്നു. തെളിവോ? അതെന്താ? പൊന്നിയുടെ തലയിലിരിക്കുന്ന ചെത്തിപ്പൂ, അത് അയാളുടെ അടുത്ത് കിടന്നിരുന്നു. പൊന്നിയുടെ കൈ അറിയാതെ തലയിൽ സ്പർശിച്ചു. ഇതാ എൻ്റെ തലയിൽ പൂവിരിപ്പുണ്ടല്ലോ. ഇങ്ങനെ തന്നെ അവിടെ കിടക്കുന്നത് കണ്ടു. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പൊന്നിക്ക് എങ്ങനെ അയാളെ നേരിടാൻ കഴിയും? സൂര്യൻ മറയാൻ തുടങ്ങിയപ്പോൾ മലവേടൻ അവിടെ നിന്ന് പോയി. അയാൾ ചരിവിറങ്ങി അപ്രത്യക്ഷനായി. ക്ഷേത്രത്തിന്റെ നിഴൽ കിഴക്കോട്ട് നീണ്ട് മലമുകളിലെത്തി അപ്പുറത്തേക്ക് വഴുതിയിറങ്ങിയിരുന്നു. വരൂ, നമുക്ക് ആൽച്ചോട്ടിലിരിക്കാം, ഉണ്ണികൃഷ്ണൻ പൊന്നിയെ വിളിച്ചു. അവർ രണ്ടാളും അവിടെ പോയിരുന്നു. ഞാൻ വന്നത് പൊന്നിയോടൊരു കാര്യം പറയാനാ. ഇനിയിപ്പം അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എന്താണ് കാര്യം? ഞാൻ എസ്റ്റേറ്റിൽ വന്നത് പട്ടണത്തിൽ താമസിച്ച അവിടുത്തെ ജീവിതം മടുത്തിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എവിടെ നോക്കിയാലും ശത്രുക്കൾ. നേരെ എതിർക്കുന്നവർ ആരുമില്ല. പാത്തും പതുങ്ങിയും എന്നെ വകവരുത്താൻ നോക്കുന്നവരാണ്. ഭയന്നിട്ടല്ല, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിച്ച് എന്തിനാണ് വിഷമിക്കുന്നത്? തിരികെ പോയാലെന്തെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയാൽ എല്ലാം അവസാനിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എസ്റ്റേറ്റിലെ കൊച്ചമ്മയ്ക്ക് തോന്നിയാസം ചെയ്യാൻ കളമൊരുക്കി കൊടുത്ത് പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അവരെടുത്തോട്ടെ, എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പൊരുതാൻ ആരാണുള്ളത്? ഇന്ന് സാറിനെ കൊല്ലാൻ ശ്രമിച്ചവർ സാറ് ഇവിടുന്ന് പോയാലും വെറുതെ ഇരിക്കുമോ? അവർക്ക് അവിടെ വന്ന് ഉപദ്രവിച്ചുകൂടെ? അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. ഉണ്ണികൃഷ്ണൻ ആലോചിച്ചു നോക്കി. പൊന്നി പറയുന്നത് ഒരു വിധത്തിൽ ശരിയാണ്. തന്നെ ഉപദ്രവിക്കണമെന്നുള്ളവർക്ക് താൻ എവിടെ പോയാലും ആവാം. പൊന്നി വരുന്നോ? സാറ് പൊയ്ക്കോ. ഇന്നും ഇവിടെ കഴിയാൻ പോവുകയാണോ? രാത്രി അവിടെ സ്ത്രീകളുമൊത്ത് ഈ ക്ഷേത്രത്തിൽ വന്ന് കിടക്കാറുണ്ട്. അവരും മതി എനിക്ക് കൂട്ടിന്. ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നും ഇറങ്ങി നിരപ്പിലെത്തി താഴേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ പിന്നിൽ നിന്നും കടുവാക്കുട്ടൻ ഉണ്ണികൃഷ്ണന്റെ മേൽ ചാടി വീണു. അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ താഴേക്ക് വീണുപോയി. കടുവാക്കുട്ടന്റെ കയ്യിൽ വടിവാൾ ഉണ്ടായിരുന്നു. അവൻ അത് കറക്കി വീശിക്കൊണ്ട് ഉണ്ണികൃഷ്ണന്റെ നേരെ അടുത്തു. അവർ തമ്മിൽ മൽപ്പിടുത്തമായി. ഇത്തവണ നിന്നെ ഞാൻ കൊല്ലും, കുട്ടൻ അലറി. തമ്മിൽ ശക്തിയായ ഒരു ഏറ്റുമുട്ടൽ നടന്നു. ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നതുകൊണ്ട്
ഉണ്ണികൃഷ്ണൻ വീണുപോയി. എങ്കിലും അയാൾ ചാടി എണീറ്റ് കടുവാക്കുട്ടനെ നേരിട്ടു. നിലാവിന്റെ പ്രകാശത്തിൽ കടുവാക്കുട്ടനെ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു, ഓഹോ, നീയായിരുന്നോ? ഇന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ അവന്റെ കാൽമുട്ടിനെ ലക്ഷ്യമാക്കി ആഞ്ഞു തൊഴിച്ചു. അവൻ പിന്നോട്ട് മറിഞ്ഞുപോയി. അവൻ താഴെ വീണ തക്കത്തിന് ഉണ്ണികൃഷ്ണൻ അവന്റെ മാറിലേക്ക് ചാടി വീണു. പിടിയും വലിയും മൂലം ചെരുവിൽ കൂടി രണ്ടുപേരും ഉരുണ്ട് താഴെ എത്തി. ഉണ്ണികൃഷ്ണൻ ഒരു കല്ലിൽ തട്ടി മലർന്നു വീണു. പെട്ടെന്ന് കടുവാക്കുട്ടൻ ഒരു കൂർത്ത മുനയുള്ള വലിയൊരു കല്ല് പൊക്കിയെടുത്ത് താഴെ വീണുകിടന്ന ഉണ്ണികൃഷ്ണന്റെ മുഖത്തേക്ക് ആഞ്ഞു കുത്തിയിടാൻ ശ്രമിച്ചതും ഒരലർച്ചയോടെ അവൻ പിന്നോട്ട് വീണതും ഒപ്പമായിരുന്നു. ഉണ്ണികൃഷ്ണൻ നോക്കിയപ്പോൾ മലർന്നു വീണ അവന്റെ വയറിന്റെ ഒരു ഭാഗത്തുകൂടി ശൂലം കടന്ന് പുറത്തേക്ക് വന്നു നിൽക്കുന്നത് കണ്ടു. ആരാണ് അവനെ വീഴ്ത്തിയതെന്നറിയാൻ ഉണ്ണികൃഷ്ണൻ നോക്കിയപ്പോൾ അവ്യക്തമായ ഒരു രൂപം കുന്നിൻ മുകളിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. അവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ തന്റെ താമസ സ്ഥലത്തേക്ക് പോന്നു. പിറ്റേന്ന് രാവിലെ കടുവാക്കുട്ടൻ മരിച്ച വിവരം എസ്റ്റേറ്റ് മുഴുവൻ പരന്നു. അവന്റെ ശരീരത്തിൽ കൊണ്ടുകയറിയിരുന്ന ശൂലം ക്ഷേത്രത്തിനുള്ളിലെ ദേവീ വിഗ്രഹത്തിന് മുൻവശത്ത് കാവലായി കൊത്തിവെച്ചിരുന്ന ഭൂതഗണങ്ങളിൽ ഒന്നിന്റെ കയ്യിലുണ്ടായിരുന്നതാണെന്ന് മനസ്സിലായി. അത് എപ്രകാരമാണ് അവന്റെ ശരീരത്തിൽ പതിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. സംഭവം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണനും അത്ഭുതം തോന്നി. രണ്ടാം തവണയും വളരെ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ മനസ്സിലായി. ഉണ്ണികൃഷ്ണനെ ആക്രമിക്കാൻ ഒരുമ്പിട്ട രണ്ടുപേർക്ക് അപകടം സംഭവിച്ചതറിഞ്ഞപ്പോൾ ജഗദമ്മയ്ക്ക് പരിഭ്രമമായി. ഒരു തരത്തിൽ പറഞ്ഞാൽ താനാണ് ഇതിന് മുഖ്യ കാരണമെന്ന് അവർക്കറിയാമായിരുന്നു. താൻ നിയോഗിച്ചവർക്ക് ആപത്ത് സംഭവിച്ചപ്പോൾ തനിക്ക് എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് അവർ ചിന്തിച്ചു. അവർക്ക് വേണ്ടി ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ തയ്യാറായി നിന്നവരിൽ രണ്ടുപേർ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് രഘുരാമൻ നായർ മാത്രമാണ്. സന്ധ്യ കഴിഞ്ഞപ്പോൾ അവർ കറുപ്പുസ്വാമിയെ അയച്ച് രഘുരാമൻ നായരെ വിളിപ്പിച്ചു. സംഗതി ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് കാരണം? അവർ രഘുരാമനോട് പറഞ്ഞു. ഞാനും അതുതന്നെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഒരു പിടിയും കിട്ടുന്നില്ല. ആരാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അറിയാനും വയ്യ, അയാൾ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ആരെയെങ്കിലും കൂട്ടിനു കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടോ? അമ്മായി ചോദിച്ചു. ഇല്ല, എൻ്റെ അറിവിൽ അയാൾ ഒറ്റയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ അയാളെ സഹായിക്കുന്നത് ആരാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി അവളുടെ പ്രേതമായിരിക്കുമോ ഈ ചെയ്യുന്നതൊക്കെ? ഏയ്, അതല്ല. അതിഭയങ്കര ഒരു മന്ത്രവാദിയെ ഞാൻ കൊണ്ടുവന്നിരുന്നു. അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ നേരിടാൻ കരുത്തുള്ളവനായിരുന്നു അയാൾ. എന്നുവെച്ചാൽ മാന്ത്രിക ശക്തിയാൽ അവളെ കൊല്ലാൻ കഴിവുണ്ടെന്നർത്ഥം. പക്ഷെ അന്നു രാത്രി ഉറങ്ങിയത് തന്നെ എന്ത് വിഷമിച്ച? രഘുരാമൻ നായരുടെ അഭിപ്രായത്തിൽ പൊന്നി ജീവിച്ചിരിപ്പുണ്ടെന്നാണോ പറയുന്നത്? അവൾ മരിച്ചത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ കൂടെ പോകുന്ന പെണ്ണേതാണ്? അവനോടൊപ്പം പൊന്നിയെ കണ്ടെന്ന് പറയുന്നവരുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു ദിവസം അവൾ കൊളുന്തെടുക്കുന്നത് ഞാനും കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ജഗദമ്മ ചോദിച്ചു. രഘുരാമൻ നായർക്ക് മറുപടി കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അയാൾക്കും അറിഞ്ഞുകൂടായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, ഉണ്ണികൃഷ്ണൻ ഇനി അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നാലെ പോകണം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ ചെയ്യാം. തിരികെ പോകുമ്പോൾ രഘുരാമൻ കറുപ്പുസ്വാമിയെയും കൂട്ടിനു കൊണ്ടുപോയിരുന്നു. തനിച്ചു പോകാൻ അയാൾക്ക് ഭയമായിരുന്നു. അന്ന് രാത്രി ജഗദമ്മയ്ക്ക് ഉറക്കം വന്നില്ല. കഴിഞ്ഞുപോയ പല സംഭവങ്ങളും അവരുടെ മനസ്സിൽ തെളിഞ്ഞു. ക്ലോക്കിൽ മണി 12 അടിക്കുന്ന ശബ്ദം കേട്ടു. പാതിരാത്രിയായിരിക്കുന്നു. സാധാരണ 10 മണിയാകുമ്പോൾ ഉറക്കം പിടിച്ചിരിക്കും. ഈയിടെ സാധാരണയായി മദ്യപിക്കാറുണ്ട്. അകാരണമായി ബാധിച്ചിരുന്ന ഭയം മാറ്റാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്യുന്നത്. ക്ലോക്കിലെ മണിശബ്ദത്തിന്റെ പ്രതിധ്വനി അവസാനിച്ചു കഴിഞ്ഞപ്പോൾ മുറിക്കുള്ളിൽ നേരിയ ശബ്ദം അവർ കേട്ടു. ഒരു കൊലുസിന്റെ ശബ്ദമായിരുന്നു അത്. ആ ശബ്ദം അടുത്തേക്ക് വന്നപ്പോൾ അവർ പെട്ടെന്ന് ലൈറ്റിട്ടു. പൊന്നി മുന്നിൽ നിൽക്കുന്നു. അവർ ഭയന്ന് നിലവിളിക്കാൻ ഭാവിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. പേടിക്കണ്ട, ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങളെ കൊല്ലാനല്ല. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയം ഇരട്ടിച്ചു. നീ ജീവനോടെ ഉണ്ടോ? മരിച്ചെന്നാണല്ലോ അയാൾ പറഞ്ഞത്. പൊന്നി എന്തേ മരിച്ചു കഴിഞ്ഞു. അവളെ നിങ്ങളുടെ സ്നേഹിതൻ രഘുരാമൻ നായർ കൊന്നുകളഞ്ഞു. അപ്പോൾ നീ ആരാണ്? ഞാൻ ആരാണെന്ന് വഴി അറിയിക്കാം. ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങളൊരു കാര്യം അറിയിക്കാനാണ്. ഉണ്ണികൃഷ്ണൻ ദോഹം വരുന്ന രീതിയിൽ നിങ്ങളൊന്നും പ്രവർത്തിക്കരുത്. ഇത് പറയാനാണ് ഞാൻ വന്നത്. ആ രൂപം പിന്നോട്ട് മാറി വാതിലിനടുത്ത് ചെന്ന് അപ്രത്യക്ഷമായി. ജഗദമ്മ കട്ടിലിൽ നിന്നും എണീറ്റ് വാതിലിൻ്റെ അടുത്ത് പോയി നോക്കി. വാതിൽ അടച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. ആ രംഗം അവരെ കൂടുതൽ പരിഭ്രമിപ്പിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ഉണ്ണികൃഷ്ണൻ പതിവ് പോലെ അമ്പലത്തിലെത്തി.
അവിടെ എങ്ങും പൊന്നിയെ കണ്ടില്ല. ക്ഷേത്രത്തിനുള്ളിൽ അവളെ കണ്ടേക്കുമെന്ന് കരുതി അയാൾ അകത്തു കയറി അവിടെയെല്ലാം തിരഞ്ഞു. ഒടുവിൽ ചുറ്റിക്കറങ്ങി ശ്രീകോവിലിനടുത്തെത്തി. അവിടെ കാവൽ നിൽക്കുന്ന ഭൂതഗണങ്ങളുടെ പ്രതിമയുടെ പിന്നിൽ ഒരാൾ വലിപ്പമുള്ള ദേവീ വിഗ്രഹം അയാൾ കണ്ടു. അത് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് പിന്നോട്ട് മാറി. ആ പ്രതിമ പൊന്നിയെപ്പോലെ തന്നെ ഇരിക്കുന്നു. അതേ രൂപം, അതേ മുഖം, അതേ കണ്ണുകൾ. എന്താണ് ഇതിന്റെ അർത്ഥം? അയാൾ ചിന്തിച്ചു. കുറെ സമയം അവിടെ നിന്ന ശേഷം അയാൾ ആ ക്ഷേത്രത്തിനുള്ളിലെ കൊത്തുപണികൾ വീക്ഷിച്ചുകൊണ്ട് നടന്നു. പുറത്തിറങ്ങി വന്നപ്പോൾ ആൾച്ചുവട്ടിൽ പൊന്നിയിരിക്കുന്നു. പൊന്നി ഇവിടെ ഉണ്ടായിരുന്നോ? അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ കണ്ടില്ലല്ലോ. അതിന് അവൾ മറുപടി പറഞ്ഞില്ല. പൊന്നിയെ ഇന്ന് എസ്റ്റേറ്റിൽ കണ്ടില്ലല്ലോ. ഞാൻ വന്നില്ല. ജോലി ചെയ്യാതെ എങ്ങനെ ജീവിക്കും? ആ ജോലി എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നോളൂ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ കൂടെ പോരൂ. ശരിയാണ്, ഞാൻ വരേണ്ടത് ആവശ്യമാണ്. വന്നേ പറ്റൂ. അവൾ ഉണ്ണികൃഷ്ണന്റെ കൂടെ നടന്നു. അവർ ഒന്നിച്ച് കൽപ്പടവുകൾ ഇറങ്ങി വരുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് രഘുരാമൻ നായർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ കൊന്നു കുഴിച്ചു മൂടിയ പൊന്നി ഇതാ നടന്നു വരുന്നു. അവർ കാണാതെ പതുങ്ങി പതുങ്ങി അയാൾ മറ്റൊരു വഴിയെ ബംഗ്ലാവിലെത്തി. വളരെ പരിഭ്രമിച്ചാണ് അവർ ജഗദമ്മ അമ്മായിയുടെ മുന്നിലെത്തിയത്. എന്താ നിങ്ങൾ വല്ലാതിരിക്കുന്നത്? എന്തു പറയാനാണ്? അവരൊന്നിച്ച് മലയിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതിലെന്തോ മറിമായമുണ്ട്. ഇനി മറ്റു വല്ല പെണ്ണുമാണോ അത്? ഏയ്, ഒരിക്കലുമല്ല. ഞാൻ കണ്ടതാണ്. അവർ എങ്ങോട്ടാ പോയത്? ഉണ്ണികൃഷ്ണൻ താമസിക്കുന്ന കെട്ടിടത്തിലേക്കാണ് അവർ നടന്നു പോയത്. എങ്കിൽ അങ്ങോട്ട് തന്നെ പോകൂ. അറിയാമല്ലോ, അത് അവൾ തന്നെയാണോ എന്ന് തീർച്ചയാക്കണം. ഞാൻ തനിച്ചു പോയില്ല. കറുപ്പുസ്വാമിയെ കൂടി അയച്ചാൽ നന്ന്. ജഗദമ്മ അമ്മായി അപ്പോൾ തന്നെ കറുപ്പുസ്വാമിയെ വിളിച്ച് രഘുരാമൻ നായർക്ക് കൂട്ടിനായി അയച്ചു. പൊന്നിയും ഉണ്ണികൃഷ്ണനും വീടിനടുത്തെത്തിയപ്പോൾ കണ്ണമ്മാളെ കാണണമെന്ന് പറഞ്ഞ് അവൾ പോയി. വഴിക്ക് വെച്ച് കണ്ണമ്മാളുടെ വീട്ടിൽ വെച്ച് പൊന്നിയെ കണ്ടതായി എസ്റ്റേറ്റിലെ ജോലിക്കാരൻ രഘുരാമനോട് പറഞ്ഞു. നമ്മൾ വന്ന കാര്യം വിജയിച്ചെന്നാണ് തോന്നുന്നത്. കറുപ്പുസ്വാമി കണ്ണമ്മാളുടെ വീട്ടിൽ പോയി അവൾ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോരണം. വഴിക്ക് വെച്ച് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന തോർത്ത് അവളുടെ കഴുത്തിലിട്ട് വരിഞ്ഞു മുറുക്കണം. അവളെ കൊന്നു കഴിഞ്ഞാൽ കൊച്ചമ്മയുടെ കയ്യിൽ നിന്നും തനിക്ക് 5000 രൂപ വാങ്ങിച്ചു തരാം. എൻ്റെ വക 2000 വേറെ. രൂപയെന്ന് കേട്ടപ്പോൾ കറുപ്പുസ്വാമി എന്ത് ചെയ്യാനും തയ്യാറായി. കൃത്യം നിർവഹിക്കാൻ വേണ്ടി തോർത്ത് പിരിച്ചുകൊണ്ടാണ് അയാൾ പോയത്. കണ്ണമ്മാളുടെ വീട്ടിലെത്തിയപ്പോൾ അകത്ത് സംസാരം കേട്ടു. പൊന്നി, പൊന്നി, കറുപ്പുസ്വാമി വിളിച്ചു. കണ്ണമ്മാൾ ഇറങ്ങി വന്നു. എന്താ കറുപ്പുസ്വാമി? അവർ ചോദിച്ചു. പൊന്നിയെ കൂട്ടിന് വരാൻ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു. അയാൾ പറഞ്ഞു. കണ്ണമ്മാൾ അകത്ത് ചെന്ന് പൊന്നിയോട് വിവരം പറഞ്ഞു. ശരി, ഞാൻ വരുന്നു. പൊന്നി ഇറങ്ങി കറുപ്പുസ്വാമിയുടെ കൂടെ നടന്നു. പുറത്ത് ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ കൂടി കറുപ്പുസ്വാമിയും പൊന്നിയും നടന്നു. എന്നെ വിളിച്ചുകൊണ്ട് വരാൻ ആരാണ് പറഞ്ഞയച്ചത്? പൊന്നി ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ സാറാണ്. സാറ് അങ്ങനെ പറയില്ലല്ലോ. ഞാൻ പറയുന്നത് സത്യമാണ്. സത്യമാണോ നീ പറയുന്നത്? തൻ്റെ പിടിലേക്ക് ആരോ പിടിച്ചതുപോലെ കറുപ്പുസ്വാമിക്ക് തോന്നി. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.